നാട്ടിലിരുന്നോണ്ട് തന്നെ ദുബായിലോട്ട് ജോലി നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജോലി കിട്ടുമോ, ഇന്റർവ്യൂ കോൾസ് കിട്ടുമോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ചാൻസ് കുറവാണ്. ദുബായിലുള്ള മിക്ക കമ്പനീസും പെട്ടെന്നുള്ള ഹയറിംഗ് ആയിരിക്കും ചിലപ്പോൾ ഈ ലിങ്ക്ഡിനിലും അല്ലെങ്കിൽ മറ്റ് ജോബ് സൈറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യുക. പിന്നെ അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നുണ്ടാവുക കറന്റ് UAE-ലുള്ള ആളുകളായിരിക്കും. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ദുബായിലോട്ട് ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ആ കമ്പനിക്ക് വരുന്ന CVസിൽ ദുബായിൽ കറന്റ് ഉള്ള ആളുകളുടെ CV ആയിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നയിക്കുന്ന CVസിൽ അവർ കൂടുതലും കാണുന്നത് ഇന്ത്യൻ നമ്പർ, ഇന്ത്യൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടാവില്ല. കാരണം നാളെയോ മറ്റന്നോ ഇപ്പൊ ഇന്നൊരു പോസ്റ്റ് അവർ ഇട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിലായിരിക്കും ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുക. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ദുബായിൽ കറന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അവർ മെയിൻ ആയിട്ട് നോക്കുക. പിന്നെ ചില കമ്പനീസ് ഉണ്ട് കേട്ടോ, പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇന്റർവ്യൂന്ന് ആളുകൾ എടുത്തിട്ട് 1 മാസമോ 2 മാസമൊക്കെ ജസ്റ്റ് ഈ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ട്രയൽ പീരീഡ് പോലെ അവർക്ക് കൊടുക്കും. ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറയണില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ നാട്ടിലിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇവിടെ ഇരുന്നിട്ട് ജോലി കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടായൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ പ്രൊഫഷൻ എന്താണെന്നും നമ്മുടെ ജോബ് എന്താണെന്നും അനുസരിച്ച് ഇരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നാട്ടിലൊരു അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലിരുന്നിട്ട് ജോബ് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ അക്കൗണ്ടിംഗ് ഫീൽഡ്. എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലായിട്ട് ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നാട്ടിലിരുന്നിട്ടും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജോലി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഏറ്റവും നല്ലത് നിങ്ങൾ വിസിറ്റ് എടുത്ത് വരുന്നതായിരിക്കും.